കഴിഞ്ഞിട്ട് 18-15 വയസ്സുള്ള അത്രയും എന്നെക്കാളും വളർന്നൊരു കുട്ടി. ആ കുട്ടിയെ അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നിടത്ത് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ, 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15-14 വയസ്സുള്ള ഒരു കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? കല്യാണം കഴിക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിക്ക് 11 വയസ്സിന്റെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരമ്മയാണ്, അമ്മയുടെ സ്ഥാനമാണ് ഒരു കുട്ടിക്ക് കൊടുത്തെങ്കിൽ ഇന്ന് ഇവർ ഈ പറഞ്ഞ വാക്ക് ഒരിക്കലും ഈ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പറയത്തില്ല, ഭയങ്കര അഭിമാനത്തോടെ പറയത്തില്ല. ആ ഒരു കുട്ടിയെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു അമ്മ തന്നെയാണ്. ഇതാണ് പറയുന്നത്. പെറ്റമ്മ തന്നെയായിരിക്കും, വളർത്തമ്മ പെറ്റമ്മയുടെ അത്ര ആകത്തില്ല എന്ന് പറയുന്നത് കൃത്യം തന്നെയാണ്. അത് ഇതിലൂടെ തന്നെ മനസ്സിലാവും. ഇവർ ആ ഒരു കിച്ചുവിനെ സ്നേഹിച്ചിട്ടില്ല, അമ്മ എന്നുള്ള സ്ഥാനത്തിൽ സ്നേഹിച്ചിട്ടില്ല. ആ ഒരു കിച്ചുൻ മകനായിട്ട് കാണാൻ പറ്റത്തില്ല. ഇനി ആ മകൻ എത്ര വളർന്നാലും, ആ മകനൊരു കല്യാണം കഴിഞ്ഞ് മകനൊരു കുഞ്ഞുണ്ടായാലും ഇവർ മകൻ എന്ന് വിളിച്ച ആള് മകൻ തന്നെയല്ലേ? പിന്നെ അതിലെന്താണ് ഇത്ര പ്രശ്നം? ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു കുട്ടിയെ തന്നെ, ആ ഒരു കുട്ടിയെ അമ്മ എന്ന് വിളിച്ച ആ ഒരു പദത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമാണ്. അതും ഈ ഒരു വീടിനകത്ത് കാണിക്കേണ്ട കാര്യങ്ങളാണ് ഇവർ വന്നിട്ട് പുറത്ത് ആ ഒരു കുടുംബത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ആലോചിച്ച് നോക്കിയേ. ഇത് കേൾക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കത്തില്ലേ, ഞാൻ അമ്മയെന്ന് വിളിച്ച ഒരു സ്ത്രീയാണല്ലോ ഇങ്ങനെ വന്ന് പറയുന്നത്, അതും ലോകത്തിന്റെ മുന്നിലേക്കാണല്ലോ വന്ന് പറയുന്നതെന്ന് ആ ഒരു കുട്ടി വിചാരിക്കത്തില്ലേ? ഇത് കേൾക്കുമ്പോഴത്തേക്ക് പല ആൾക്കാർ വന്നിട്ട് ഇതിന്റെ അടിയിൽ കമന്റ്സ് ഇടുമായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. അത് ആദ്യം മനസ്സിലാക്കുക. അമ്മ എന്നും അമ്മ തന്നെയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഇവർക്ക് ആ ഒരു കിച്ചുവിനോട് ഒരു സ്നേഹമില്ല, ഒരു ആത്മാർത്ഥത ഇല്ലാതെ ഇവരുടെ ഇന്നത്തെ ഈ ഒരു വാക്കിൽ നിന്ന് വേറെ കൃത്യമായിട്ട് മനസ്സിലാവും. അതാദ്യം മനസ്സിലാക്കുക. അമ്മ എന്നുള്ളൊരു പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് വയസ്സിലല്ല, ഒരാൾ നമ്മളെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും കൊതിക്കുന്ന ഒരു വാക്കാണ് അമ്മ എന്നുള്ളൊരു വാക്ക്. സ്വന്തം മകനാണെങ്കിൽ ആ മകൻ ഇനി എത്ര വളർന്നാലും ആ അമ്മയ്ക്ക് മകൻ തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് മകന്റെ അടുത്ത് പോയിരിക്കാൻ പറ്റുമോ എന്നൊന്നുമല്ല പറയുന്നത്. ആ ഒരു കുട്ടിക്ക് അല്പം സ്നേഹം, ഒരു കെയറിങ്, അതൊക്കെയാണ് ആ ഒരു കുട്ടി അന്നത്തെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന. അതിന് വേണ്ടാത്ത രീതിയിൽ വെട്ടിത്തിരിച്ചുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ്. ആ കുട്ടി ഉദ്ദേശിച്ചത് സ്നേഹമൊക്കെയാണ്. ഒരാൾ നമ്മളെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യമാണ് ആ കുട്ടി പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നുമല്ല ആ കുട്ടിക്ക് കിട്ടിയെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനെ വളച്ചൊടിച്ച് ഏതെല്ലാം രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. വാതോരാതെ എപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്റെ മകനാണ്, എന്റെ മൂത്ത മകനാണ് കിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരു കിച്ചു മൂത്ത മകനായതുകൊണ്ടാണോ താങ്കൾ എന്നീ ഒരു സംസാരം മീഡിയാസിന്റെ ഫ്രണ്ടിൽ വന്ന് പറയുന്ന? സത്യം പറയാം കേട്ടോ, ലോകത്ത് ഇതുപോലൊരു വ്യക്തിയെ കണ്ടിട്ടില്ല. പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമ നടികളോ സീരിയൽ നടികളോ ആരും അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പാറില്ല. നിങ്ങളുടെ മനസ്സിൽ കള്ളങ്ങൾ നിറച്ചൊരു മനസ്സാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചനോട് കാണിച്ചത് ഒരു അല്പം പോലും ആത്മാർത്ഥത ഇല്ലാന്ന് നന്നായിട്ട് മനസ്സിലാവും. ഇനി എത്ര വയസ്സ് കൂടിയിരുന്നാലും അവരെ ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണമെന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മകനായിട്ട് കണ്ടിട്ടില്ല. മകനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ആ ഒരു കുട്ടിക്ക് കെയറിങ് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ വരുമ്പോഴത്തേക്ക് എവിടെ പോയിരുന്നു അന്വേഷിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു കുട്ടി പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും നിങ്ങളിൽ നിന്ന് ആ കുട്ടി കിട്ടിയിട്ടില്ല എന്നാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്റെ മകനായിട്ട് കാണുന്നതിൽ അവർക്കൊരു എന്താ പറയാ, ഒരു ഇഷ്ടക്കേട്. അതാണ് അവരിവിടെ സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ അവരുടെ മകനായിട്ട് കിച്ചുവിനെ കണ്ടിട്ടില്ല. പിന്നെ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇതിനെതിരെ മൂടുത്താങ്ങികൾ വന്ന് കുറെ പറയുമായിരിക്കും, പ്രസംഗിച്ച് ഘോരഘോരമായിട്ട് പ്രസംഗിക്കുമായിരിക്കും. എന്തായാലും കൊള്ളാം.